എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് കോഴ്സുകൾ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റനാണ്. കുറച്ച് കോഴ്സുകളെ പറ്റിയൊന്ന് പറയാമോ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാമോ, ജോലി സാധ്യതകളെ പറ്റി പറയാമോ എന്നുള്ള കാര്യങ്ങളാണ്. ഇത് UK പഠിക്കുന്നതിനെ പറ്റി കേട്ടോ. അപ്പോൾ UK ഒരു കുറച്ച് കോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് MSc സോഷ്യൽ കെയർ ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, MSc ചൈൽഡ് ആൻഡ് അഡോളസെൻറ്റ് മെൻ്റൽ ഹെൽത്ത്, MSc ചൈൽഡ് ആൻഡ് ഫാമിലി വെൽഫെയർ, MSc സൈക്കോളജി കൺവേർഷൻ, MSc കൗൺസിലിംഗ് തെറാപ്പി, MA യൂത്ത് ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റഡീസ്, MBA ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സർവീസ് മാനേജ്മെൻറ്റ്, MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇത്തരം കോഴ്സുകളെ പറ്റിയാണ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സുകൾ പറഞ്ഞതെല്ലാം എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഏജൻറ്റ് സജസ്റ്റ് ചെയ്ത കോഴ്സുകൾ പോലെയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു കോഴ്സുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നോക്കുമ്പോൾ ജോലി സാധ്യത വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ MSc സൈക്കോളജി കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK ഒരു സൈക്കോളജിസ്റ്റായിട്ട്, ഫുള്ളി ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും സൈക്കോളജി അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള ജോലികളിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം കെയർ വിസ മാത്രം എയിം ചെയ്ത ആളുകൾക്ക് ഏത് കോഴ്സ് പഠിച്ചാലും ഒരേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. പക്ഷേ കെയർ വിസ എയിം ചെയ്യാത്ത ആ ഒരു നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ MSc സൈക്കോളജി കൺവേർഷൻ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് UK സൈക്കോളജിസ്റ്റായിട്ട്, ഫുള്ളി ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ സൈക്കോളജി അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അയലൈഡ് ഹെൽത്ത് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള ജോലികളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജോലികൾക്ക് നിങ്ങൾക്ക് UK കൂടുതൽ കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് പീരീഡിന് ശേഷം നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ COS കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ MSc സോഷ്യൽ കെയർ ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, അപ്പോൾ ഈ ഒരു കോഴ്സ് ഞാൻ അറിഞ്ഞിടത്തോളം പഠിച്ച എല്ലാവരും തന്നെ കെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഒരു ഫിസിയോ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറോ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റോ, അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റോ, അങ്ങനെയുള്ള നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ക്വാളിഫൈഡ് ആണെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ചിലരൊക്കെ HCPC പോലുള്ള കാര്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യും. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൗൺസിൽ, അതായത് HCPC ആണ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് പ്രൊഫഷൻസിൻ്റെ റെഗുലേറ്റർ. അപ്പോൾ ഇവരെ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഈ ഒരു റാൻഡം ഫീൽഡിൽ നിന്നൊക്കെ പഠിച്ച് വന്നിട്ട് പിന്നെ വേറെ രജിസ്ട്രേഷൻ ഒന്നും എടുക്കാൻ പറ്റാത്ത ആളുകൾ ശരിക്കും പറഞ്ഞാൽ മിക്കവരും കെയർ ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു കോഴ്സുകളൊക്കെ നിങ്ങൾക്കിപ്പം സോഷ്യൽ വർക്കറായിട്ടൊക്കെ രജിസ്ട്രേഷൻ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഈ കോഴ്സുകളൊക്കെ പഠിച്ച അടിപൊളിയാണ്. കാരണം MSc ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കറിന് ഈ ക്വാളിഫിക്കേഷൻ അടിപൊളിയാണ്. അല്ലാതെ ഓരോ രജിസ്ട്രേഷൻസും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് കൊണ്ട് വലിയൊരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവില്ല. UK പോവാം, 1 കൊല്ലം പഠിക്കാം, അതിനുശേഷം 2 കൊല്ലം സ്റ്റേ ബാക്ക് ചെയ്യാം, അതിനകത്ത് പല പല ജോലികൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ MA യൂത്ത് ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റഡീസിലും ശരിക്കും പറഞ്ഞാൽ ജോലി സാധ്യതകൾ ആസ് എ സ്റ്റാൻഡ് അലോൺ ഡിഗ്രി അതിന് ചാൻസ് കുറവാണ്. ഞാൻ പറയട്ടെ. പിന്നെ MBA ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സർവീസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ഇതേപോലെ തന്നെ MSc പബ്ലിക് ഹെൽത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് UK എന്തെങ്കിലും രജിസ്ട്രേഷനോ പ്രൊഫഷണൽ ബോഡീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫൈഡ് ആവാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ക്വാളിഫൈഡ് ആവാൻ പറ്റുവാണെങ്കിൽ അതിനും കൂടെ അപ്ലൈ ചെയ്തിട്ട് UK ഇതൊക്കെ പോയി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ജോലിയിലേക്ക് കയറാനും, അതിനുശേഷം ആ ഒരു ജോലിയിൽ ഡിമാൻഡ് പ്രൊഫഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റോ സോഷ്യൽ വർക്കറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയർ COS തരാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ഇത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും കെയറായിട്ട് എൻഡപ്പ് ചെയ്യാനായിരിക്കും സാധ്യത. പിന്നെ അതേപോലെ തന്നെ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇന്ത്യക്കാർ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഓവർസീസ് അല്ലെങ്കിൽ നമ്മൾ ബ്രൗൺ സ്കില്ലുള്ള ആളുകൾ പഠിച്ചു കഴിയുമ്പം ആ ഒരു കോഴ്സിന് അവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ ഡിമാൻഡില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെയുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് മേഖലയിൽ ഞാൻ കണ്ടെടുത്തോളം ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവർ പ്രിഫർ ചെയ്യുന്നത് അവിടുത്തെ കൾച്ചറുമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് കൾച്ചറും അവിടെ ജീവിച്ച് വളർന്ന ആളുകളെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ സൈക്കോളജി കുറച്ചും കൂടെ മനസ്സിലാക്കാനും കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇവർ ഡീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ഇന്ത്യക്കാരൻ പോയിട്ട് HR ആയിരുന്നു കഴിഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ വൈറ്റ്സ് ചിലപ്പോൾ അത് അംഗീകരിച്ചു എന്ന് വരില്ല. സോ അതുകൊണ്ട് തന്നെ ഇവർ മിക്കവാറും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ്സിനെയാണ് ഈ HR ഇതിനകത്ത്. കാരണം എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് റിലേഷൻസ് വരേണ്ട ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇനി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതൊരു സ്റ്റാൻഡ് ലോൺ ഡിഗ്രി എന്ന രീതിയിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് മാത്രം നിങ്ങൾ UK സെറ്റിൽ ആവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല.
പിന്നെ ഈ ഒരു ഏത് കോഴ്സ് പഠിച്ച ആളുകൾക്കും ഏത് ഡിമാൻഡില്ലാത്ത കോഴ്സ് പഠിച്ച ആളുകൾക്കും അവരുടെ പ്ലാനിങ്ങിലൂടെ ചിലർക്ക് വിജയങ്ങൾ നേടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ MBA ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വലിയ ഡിമാൻഡൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വിദേശികൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ ഡിമാൻഡൊന്നുമില്ല. പക്ഷേ എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നല്ല അടിപൊളി ക്വാളിഫിക്കേഷൻ അവരുടെ കയ്യിലുണ്ട്, പ്രൊഫഷണൽ ക്ലിനിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവരതിൻ്റെ ലൈസൻസും രജിസ്ട്രേഷനും ഒക്കെ എടുത്ത് ഈ ഒരു ക്വാളിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 2 ഇയർ പീരീഡിൽ സ്റ്റേ ബാക്ക് പീരീഡിൽ ജോലി കിട്ടിയ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സോ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെൽ പ്ലാൻഡ് ആവുകയാണ് എന്നുള്ളതാണ്. കാരണം പഠിക്കുക എന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഫ്യൂച്ചർ UK-യിൽ ബെറ്റർ ആക്കി എടുക്കാനുള്ള പ്ലാനുകളുമായിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി UK-യിൽ അങ്ങനെ സെലക്ട് ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങൾ ഏജൻസികളൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ ജോലിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. കാരണം ലൈക്ക് ഞാൻ കണ്ടിരിക്കുന്ന പല വീഡിയോസും ശരിക്കും ഭയങ്കര ബയസ്ഡ് ആണ് ഇങ്ങനത്തെയുള്ള കരിയർ വീഡിയോസ്. കാരണം വെച്ചാൽ പല ആളുകൾക്കും ശരിക്കും ഏജൻസികളൊക്കെ ആയിട്ടുള്ള അഫിലിയേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പലരുടെയും അഭിപ്രായങ്ങൾ ഭയങ്കര ബയസ്ഡ് ആയിരിക്കും. മേ ബി എൻ്റെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ബയസ്ഡ് ആയിരിക്കും. കാരണം വെച്ചാൽ എനിക്ക് പക്ഷേ ഇങ്ങനത്തെ അഫിലിയേഷൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റാറുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾക്കൊരു കരിയർ പാത്ത് വേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ജോലി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പിന്നെ കെയർ വിസ എയിം ചെയ്യുന്ന ആളുകൾക്ക് പോസിബിൾ ആണ്. അത് ഇപ്പോഴും കെയർ വിസയ്ക്കും ബുദ്ധിമുട്ടാണ്. 15-16 നിങ്ങൾ കേട്ടുവാണല്ലോ, ചിലപ്പോൾ 40 ലക്ഷം 45 ലക്ഷം രൂപയൊക്കെ നാട്ടിൽ നിന്ന് പറ്റിച്ച ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ പൈസ കൊടുത്ത് ജോലി വാങ്ങുമ്പം അതിൻ്റെ റിട്ടേണുകളെ പറ്റി ഒന്ന് ആലോചിക്കുക കേട്ടോ. അതായത് 25 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്ത് ഒരു ജോലി വാങ്ങുവാണെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് 2 കൊല്ലം പണിയെടുത്താലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. UK-യിൽ സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് എനിക്ക് അത്രയും. സോ അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കും എന്നും കൂടെ ആലോചിക്കണമല്ലോ. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ്. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും.